41-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് തെന്നിന്ത്യൻ താരസുന്ദരിയായ നയൻതാര. ഡയാന മറിയം കുര്യൻ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർതാരമായി മാറിയിട്ട് പിന്നിൽ 20 വർഷത്തെ കഠിനാധ്വാനമുണ്ട്. തുടക്കം സത്യൻ അന്തിക്കൽ സിനിമയിലൂടെ ആയിരുന്നെങ്കിലും കരിയർ ബ്രേക്ക് നൽകിയത് തമിഴ് സിനിമാ ലോകമാണ്. 2005-ൽ അയ്യ എന്ന സിനിമ ചെയ്തുകൊണ്ടാണ് അരങ്ങേറ്റം. 20കളുടെ തുടക്കത്തിലായിരുന്നു അന്ന് നയൻതാര. പിന്നീട് രജനികാന്ത് മുതൽ ഷാറുഖ് ഖാൻ വരെയുള്ള താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു. താരമൂല്യമുള്ള നായികയായി. കോടികളുടെ ആസ്തിയും വിദേശത്തും സ്വദേശത്തുമായ ബിസിനസ്സും സമ്പാദ്യങ്ങളുമായി. മലയാളിയാണെങ്കിലും സിനിമയിൽ ചുവടുറപ്പിച്ച ശേഷം ചെന്നൈ സെറ്റിലാണ് താരം. താരത്തിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും കൊച്ചിയിലാണ് താമസം. 3 വർഷം മുമ്പായിരുന്നു വിഘ്നേഷ് ശിവനുമായി നടിയുടെ വിവാഹം. പിന്നാലെ ഉയര്, ഉലഗ് എന്നീ ഇരട്ടക്കുഞ്ഞുങ്ങളോട് പിറന്നു. സിനിമയോളം പ്രിയപ്പെട്ടതായി കരുതി നയൻതാര സംരക്ഷിക്കുന്ന ഒന്നാണ് കുടുംബം. എവിടെ പോയാലും ഇത് ഷൂട്ടിംഗ് സെറ്റാണെങ്കിൽ കൂടി സാഹചര്യം അനുകൂലമാണെങ്കിൽ നടി മക്കളെയും ഒപ്പം കൂട്ടാറുണ്ട്. ഇപ്പോഴിതാ താരകുടുംബത്തിന്റെ പുതിയൊരു വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. ഭർത്താവ് വിഘ്നേഷ് ശിവനും മക്കൾക്കൊപ്പം ഹൈദരാബാദ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതാണ് താരം. ഗ്രേ കളർ സ്ക്രീൻ ഫിറ്റ് ജീൻസും ബ്ലാക്ക് കളർ ടീഷർട്ടുമാണ് നയൻസിന്റെ വേഷം. സൺഗ്ലാസും വെച്ച് ഹൈ ഹീൽ സ്റ്റൈലിഷായി നടന്നുപോകുന്ന താരത്തെ കണ്ടാൽ ഹോളിവുഡ് ഹീറോയിനാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോകും. പോയിന്റ് ഹീലാണ് ധരിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മക്കളെ നോക്കുന്നത് വിഘ്നേഷ് ശിവനാണ്. ഉയിരിനും ഉലകിനും വിഘ്നേഷിന്റെ കൈകളിൽ തൂങ്ങി നടക്കുന്നതാണ് വീഡിയോയിലൂടെ വിമർശനത്തിന് വഴിതെളിച്ചത്. ആൽഫ ഫീമെയിലിന്റെ ഷോ ഓഫാണ് എന്നാണ് ഏറെയും വരുന്ന കമന്റുകൾ. പോയിന്റ് ഹീൽസിൽ ധരിച്ച് 2 ചെറിയ മക്കൾക്കൊപ്പം എയർപോർട്ടിൽ നടക്കാൻ ധൈര്യം നയൻതാര കാണിച്ചില്ലെങ്കിൽ അതിന് അർത്ഥം ഭർത്താവ് വളരെയധികം സപ്പോർട്ടീവാണ് എന്നാണ്. കുട്ടികളെ ഭർത്താവ് നോക്കിക്കൊള്ളും എന്ന ധൈര്യം ആ നടത്തത്തിലുണ്ട്. എന്തൊരു ജാടയാണിത്. ആനയും പാപ്പാനും പോകുന്ന പോലുണ്ട്. ആൽഫ ഫീമെയിൽ എന്ന സംശയം പറയാം. ആ വാക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്ക്. ലേഡി സൂപ്പർ സ്റ്റാർ. പക്ഷേ ഒറ്റ സിനിമയില്ല. മഹർഹുഡ് മദർഹുഡ് സിനിമ നയൻതാരയ്ക്ക് ചേർന്ന ഒന്നല്ല. ഇംഗ്ലണ്ടിൽ നിന്ന് എത്തിയ രാജ്ഞി എന്ന ഭാവത്തിലാണ് നടത്തം. എത്ര ഡ്രാമ ഇറക്കിയാലും മക്കളെയും ഭർത്താവിനെയും കണ്ടാൽ ഗ്രാമവാസികളാണെന്നേ പറയൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. എത്ര തന്നെ വിമർശനം വന്നാലും അതൊന്നും നയൻതാരയെ ബാധിക്കാറില്ല. നെഗറ്റീവ് കമന്റ്സ് ശ്രദ്ധിക്കാനോ ഗോസിപ്പുകൾക്ക് മറുപടി പറയാനോ താൻ ഒരിക്കൽ പോലും ശ്രമിക്കാറില്ലെന്ന് നയൻതാര പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. 2005-ൽ ടെസ്റ്റ് എന്ന സിനിമ മാത്രമാണ് നടിയുടെ റിലീസ് ചെയ്തത്. തെലുങ്ക്, മലയാളം, തമിഴ് എന്നീ ഭാഷകളായി 4ഓളം സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്ന പാട്രിയോട്ടാണ്. തമിഴിൽ ഒരുങ്ങുന്നത് മൂക്കുത്തി അമ്മനാണ്.